Welcome to A2Z Tips. ഇന്ന് ബോയ്സ് യൂണിഫോമിൻ്റെ ട്രൗസർ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. കട്ടിങ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാം, മസ്റ്റായിട്ടും കാണാം, എങ്കിൽ മാത്രമേ സ്റ്റിച്ചിങ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു 6 വയസ്സുള്ള കുട്ടിക്കുള്ള ട്രൗസറാണ്, യൂണിഫോം ട്രൗസറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടക്കാണ് അടിക്കുന്നത്. ഫ്രണ്ടിൽ ടക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യണേ എങ്ങനെയെന്ന് നോക്കാം. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടക്ക് എങ്ങനെയാണെന്നുള്ളത്. ഒന്നുകൂടിയും പറയാണ്, വിഡ്ത്ത് 1 ഇഞ്ച് സെൻറ്ററിൽ നിന്ന്, എൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ചാണ്. നമ്മൾ പോക്കറ്റിൻ്റെ സൈഡ് വെട്ടിയിട്ടുണ്ടല്ലോ, അതിനോട് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ടക്ക് ചെയ്യണത്. മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കണ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യണ എങ്ങനെയാണെന്ന് നോക്കാം. പോക്കറ്റ് ലോങ് സൈഡിൽ നിന്നാണ് ഞാൻ അടിക്കുന്നത്. അതായത് റൈറ്റ് ഉള്ളിൽ ഫേസ് ചെയ്ത് വരണം, രണ്ടിൻ്റെ ചുറ്റും ട്രൗസറും. പോക്കറ്റിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻറ്റർ വരണത് ട്രൗസറിൻ്റെ സെൻറ്റർ അറ്റാച്ച് ആയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് തന്നെ തിരിച്ചിട്ട് വരെയാണ്. ലാസ്റ്റ് പോക്കറ്റിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് ട്രൗസറിൻ്റെ ബാക്ക് പീസായിട്ടാണ് അറ്റാച്ച് ചെയ്ത് വരുന്നത്. കാണിക്കുന്ന പോലെ ചെയ്യുക. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല, അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യണത്. നിങ്ങളെല്ലാവരും നോക്കുക. ക്യാമറ വെച്ചപ്പോൾ ശരിയായില്ല. ഇനി പോക്കറ്റിൻ്റെ അടിയിലും മുകളിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട സെൻറ്റർ വന്ന സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല, അത് ഫോൾഡഡ് ആണ്. ബാക്കിയുള്ള ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വന്നത് സിബാണ്. സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കാണുക. ഇനി ഇവിടെ ഫ്രണ്ടിലത്തെ പ്ലാക്കറ്റ് പിടിപ്പിക്കൽ കോളർ. ഞാൻ ഇവിടെ 4 ഇഞ്ച് വിട്ടുള്ള തുണിയിൽ 1.5 ഇഞ്ച് വിട്ടുള്ള ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു സൈഡിൽ അയൺ ചെയ്ത് വെച്ചത്, അതേപോലെ 2 പീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഒട്ടിച്ച് ചെയ്യുന്ന സൈഡ് നമുക്ക് റൈറ്റ് സൈഡിൽ വരണം, ഫ്രണ്ടിലത്തെ സൈഡിൽ വരണം, ഇതേപോലെ വരണം. നമ്മൾ ഓൾറെഡി കോളർ സ്റ്റിച്ച് ചെയ്യണ പോലെയാണ് ഇതും സ്റ്റിച്ച് ചെയ്യുന്നത്. സിമ്പിളാണ്, കോളർ സ്റ്റിച്ച് ചെയ്യണവർക്ക് ഇത് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ പട്ട രണ്ടായിട്ട് മടക്കിയിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മറിച്ച് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതി അതിൻ്റെ.
മറ്റേ സൈഡ് ഉള്ളിൽ സീംസ് പോണായിരുന്നോണ്ട് എല്ലാം പുറത്തേക്ക് മാർക്ക് ചെയ്യണ്. നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഞാൻ കോളറിൽ ചെയ്യണ പോലെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ട്രൗസറിൻ്റെ ഭാഗം ഈ പട്ടയുടെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വയ്ക്കുക. പട്ടയുടെ രണ്ട് തുണിയുടെ ഇടയിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. വേറെ സ്റ്റിച്ചൊന്നും പുറത്ത് കാണുകയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാൻ കോളറിന് ചെയ്യണത് ഇങ്ങനെയാണ്, ഷർട്ട് കോളറൊക്കെ ചെയ്യണത് ഇങ്ങനെയാണ്. നിങ്ങൾ വീഡിയോ നോക്കുക, എൻ്റെ ചാനലിൽ കയറി വീഡിയോസ് നോക്കുക. ഷർട്ട് കോളർ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്, നോക്കുക നിങ്ങൾ. ഇത് എന്നിട്ട് ഞാൻ ശരിക്കും ഇത് കോളർ അടിക്കണ പോലെ തന്നെ പിന്നെ എന്നിട്ട് മറിച്ചടിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഉള്ളിലത്തെ സൈഡിൽ കൂടെ അടിക്കണം. തയ്യൽ തുമ്പ് മടക്കിയിട്ട് അടിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്യുക. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ബാക്കിലത്തെ ഇലാസ്റ്റിക് പിടിപ്പിക്കാനാണ്. ബാക്ക് സൈഡിലെ ഇലാസ്റ്റിക് അതിന് വേണ്ടിയിട്ട് ഫോൾഡഡ് ആയിട്ട് തുണി മടക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കട്ടിങ് സമയത്ത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഒന്ന് മടക്കി അടിക്കുകയാണ്. ഇലാസ്റ്റിക് വരുമ്പോൾ നമുക്ക് മടക്കി അടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ്. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 7.5 ആണ്. അതായത് നമ്മുടെ ഇതിൻ്റെ നല്ലൊരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, ഇത് മാത്രമാണ്. അപ്പോൾ നല്ലൊരു ഭാഗം എടുത്താൽ മതി. ഒരു സൈഡ് ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കണം. തുണിയൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിൽ വരാൻ പാകത്തിനായിട്ടുള്ള ഇതിൽ വേണം നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട്, ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത്. അതേപോലെ രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്യുക. ഇനി അറ്റാച്ച് ചെയ്ത ഭാഗം നമുക്കൊന്ന് ഇലാസ്റ്റിക് ഉള്ളിൽ വരാൻ പാകത്തിന്, ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരരുത്, ഉള്ളിൽ വരാൻ പാകത്തിന് നമുക്കൊന്ന് മടക്കി അടിക്കാം. ഇലാസ്റ്റിക്കുമ്പോൾ സ്റ്റിച്ച് വന്നതിന് നമുക്ക് ഇതേപോലെ വലിക്കാൻ പറ്റൂല. അപ്പോൾ സ്റ്റിച്ച് വരാതെ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇനി നമുക്ക് തുണി വലിച്ച് പിടിച്ചിട്ട് നമുക്ക് അടിക്കുക. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചുരുളൽ വരും. അതേപോലെ ഞാൻ 2 സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ. ഇനി നെക്സ്റ്റ് ഞാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഞാൻ അറ്റാച്ച് ചെയ്യാണ്. ഫ്രണ്ട് പീസിൻ്റെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. പോക്കറ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി.
മുകളിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. മുകളിൽ നിന്നാണ് ചെയ്യേണ്ടത്. ടോപ്പിൽ നിന്ന് നമ്മൾ ചെയ്യുക. താഴെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തോട് ഒന്നുകൂടി പതിച്ചടിക്കുകയാണ് ഞാൻ. ഇതേപോലെ രണ്ട് സൈഡ് ഇതേപോലെ ചെയ്തെടുക്കണം. എല്ലാം ഓരോ സൈഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഒരു സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ല. ഇനി ഞാൻ താഴത്തെ അടിക്കാനുള്ളതിന് താഴെ കട്ടി ഏറ്റക്കുറച്ചിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ ഒരു ഇഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മടക്കിയെടുക്കുക. രണ്ട് സൈഡും നോക്കാം. ഇനി എന്തോരം വിട്ട് വേണമെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രൗസർ റെഡി ആയിട്ടുണ്ട്. ട്രൗസർ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ലൂപ്പ് കൂടിയും ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഡ്രാഫ്റ്റിങ്ങും പോക്കറ്റ് കട്ടിങ്ങും ഒക്കെ നിങ്ങൾ പോക്കറ്റും സിബ് അറ്റാച്ചിങ്ങൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. സിബ് അറ്റാച്ചിങ് ഞാൻ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണുക. ഇതേപോലെ കൊളുത്തൊക്കെ പിടിപ്പിക്കുക. അതെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.